ഹായ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടില് എന്താണ് ഗ്രോത്ത് ഓപ്ഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഓപ്ഷൻ എന്നാണ്. കാരണം നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ ചെല്ലുമ്പോൾ അവിടെ രണ്ട് രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ടാകാം. ഒന്ന് ഗ്രോത്ത് ഓപ്ഷൻ, രണ്ട് ഡിവിഡൻഡ് ഓപ്ഷൻ. എന്താണ് ഇതിനുള്ള നമ്മളെ വ്യത്യാസം എന്ന് നോക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു നിശ്ചിത തുക നമുക്ക് ലാഭകരമായിട്ട് നൽകുമ്പോൾ അത് കൈപ്പറ്റാതെ അതിന് അനുവാദികമായിട്ട് നമ്മൾ അതേ മ്യൂച്വൽ ഫണ്ടിൽ യൂണിറ്റുകൾ വാങ്ങുന്നതിനെയാണ് ഗ്രോത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ലാഭവിഹിതം അല്ലെങ്കിൽ ലാഭം അതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡിവിഡൻഡ് ഓപ്ഷൻ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു നിശ്ചിത തുക ലാഭവിഹിതമായിട്ട് നൽകുമ്പോൾ അത് ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെ നമ്മളത് കൈപ്പറ്റുന്നു. ഇത് നമുക്ക് ഡിവിഡൻഡ് ഓപ്ഷൻ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. ഒന്ന് ഇതിന്റെ പ്രോഫിറ്റ് യൂട്ടിലൈസേഷൻ. കാരണം ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് അത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു ഗ്രോത്ത് ഓപ്ഷനിൽ. ഡിവിഡൻഡ് ഓപ്ഷനിലാണെങ്കിൽ അത് ഡിവിഡൻഡ് ആയിട്ട് പേ ഔട്ട് വരുന്നു. രണ്ടാമത്തത് NAV ഗ്രോത്ത് ആണ്. കാരണം നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് അല്ലെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് NAV ഗ്രോത്ത് ഹയർ ആയിരിക്കും ഇൻ ഗ്രോത്ത് ഓപ്ഷനിൽ. ഡിവിഡൻഡ് ഓപ്ഷനിൽ പേ ഔട്ട് ഡിവിഡൻഡ് ആയിട്ട് പോകുന്നത് കൊണ്ട് ലോവർ ആയിരിക്കും. മൂന്ന്, നമുക്കിത് ബെസ്റ്റ് ആർക്കാണ് ഇത് സൂട്ടബിൾ എന്ന് നോക്കാം. കാരണം ലോങ് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഗ്രോത്ത് ഓപ്ഷൻ. നമുക്ക് ലോങ് ടൈമിൽ നല്ലൊരു വെൽത്ത് ക്രിയേഷന് അനുഭവം. അതേ സമയത്ത് നമുക്കൊരു റെഗുലർ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് ഓപ്ഷൻ ആണ് ബെസ്റ്റ്. നാലാമത്തെ റിട്ടേൺസ് എപ്പോഴും ഗ്രോത്ത് ഓപ്ഷനിൽ ഹയർ ആയിരിക്കും, എന്നാൽ ഡിവിഡൻഡ് ഓപ്ഷനിൽ ലോവർ ആയിരിക്കും. എന്നാൽ അത് അവിടെ പേ ഔട്ട് ഡിവിഡൻഡ് ആയിട്ട് വരുന്നതുകൊണ്ട് NAV അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു കമ്പാരിസൺ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിന് ചെല്ലുമ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ വേണം, അത് നമ്മുടെ പ്രായത്തെയോ അല്ലെങ്കിൽ നമുക്ക് റെഗുലർ ഇൻകം വേണോ അങ്ങനെ ആഗ്രഹിക്കുന്നു, അങ്ങനെ നമ്മുടെ ഗോൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ പറ്റും. ഈ ഒരു അറിവ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് നല്ലൊരു ഹെൽപ്പ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു.